ഇൻട്രോവേർട്ടായ വ്യക്തി ഒരു മെഹന്തി ആർട്ടിസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും ആ സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ബ്രൈഡൽ വർക്കൊന്നും എടുക്കാറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹെന്ന കോൺസ് നെയിൽ കോൺസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അതായത് ഞങ്ങൾക്ക് കിട്ടിയ ആളും ഈ ഞങ്ങളിൽ ഇടാൻ പോയ വ്യക്തി നമ്മൾ എന്തോ ഒരു ബന്ധമുണ്ട് തോന്നുന്നു. കസിനോ അയൽവാസിയോ എന്താ വെച്ചാൽ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അയൽവാസി തോന്നുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്കൊരു എത്ര രൂപ പൈസ മേടിക്കുമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഫിക്സഡ്, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 600 അല്ലെങ്കിൽ ഒരു 800 രൂപ ഞങ്ങൾ മേടിക്കാൻ ഫിക്സ് ചെയ്തിട്ട് അടുത്ത് പറഞ്ഞു, കസ്റ്റമർക്ക് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു ആ ഓക്കെ, അത്രയല്ലേ ഉള്ളൂ, കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. ഇവൾ നന്നായിട്ടിടും, പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അധികം എമൗണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ വർക്കിന് പോയിട്ട് വന്നപ്പോൾ ഞാനോട് ചോദിച്ചു, ഫസ്റ്റ് ഞാൻ ചോദിച്ചു, ഇടി വീഡിയോസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് എടുക്കാൻ വെച്ചപ്പോൾ പറഞ്ഞു, എടി വീഡിയോസ് നിർത്തില്ലടി പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മൂകതായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേ ചോദിച്ചു. എടി ഇക്ക് വീഡിയോ എടുക്കാൻ എങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാനോട് ചോദിക്കുക, അവരെന്താ വിചാരിക്കുക പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ കോമൺ ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത ശീലമുണ്ട്, ഓൾ പിന്നെ ഫസ്റ്റ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ സാരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ലടി ഞാൻ ഫോട്ടോ എടുത്തില്ലടി, ഞാൻ ഇട്ടിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഈ എമൗണ്ടെങ്കിലും മേടിച്ചില്ലെങ്കിൽ അതിന് ഇൻവെർട്ടർ ആയില്ലല്ലോ പറഞ്ഞപ്പോൾ പറഞ്ഞു എടിക്കാകെ 200 രൂപ തന്നുള്ളവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 200 800 എന്നല്ലടി നമ്മൾ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആടി പക്ഷെ അവർ 200 അന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൾക്ക് ചോദിച്ചു അപ്പോൾ എന്താ ഈ ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് നാണക്കടായിടി, ഈ ഇൻവെർട്ടർ ആയാലോ വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ചോദിക്കാമെന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചില്ലടി പറഞ്ഞു. അപ്പോൾ ഭയങ്കര ചെയ്തു, ഞാൻ ചോദിച്ചില്ലടി പറഞ്ഞു, കിട്ടിയതുകൊണ്ട് പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവളുടെ വീട്ടിലേക്ക് ഒരു ദിവസം അങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഇവളപ്പോൾ പറഞ്ഞു മെഹന്തി ഇങ്ങനെ ഇടാനൊക്കെ പോകത്രേ, 300 രൂപക്കൊക്കെ അത്ര ഇടാൻ പോവുക, 300 രൂപ 500 രൂപയൊക്കെ ഇടാൻ പോവുക അത്രേ. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കില്ല, അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോസ് ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ ഓരോരുത്തരിട്ടിട്ട് ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഇതാരാണ് ഇൻവെർട്ടർ എന്ന് ഞാൻ പറയണില്ല, ചിലവർക്ക് കത്തും ധാരാന്ന്, ആ കത്തണവർ കത്താത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ബൈ.